നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് ഒരിക്കൽ കൂടി വരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 42-ാം വാക്യം. ഇതിനോടകം തുടർച്ചയായി കേൾക്കുന്നവർ കാണാതെ പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുക. ആർക്കെങ്കിലും പറയാമോ? ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ നിന്റെ കണ്ണുകൾക്കത് മറഞ്ഞിരിക്കുന്നു. അതിനോട് ചേർത്ത് ഞാൻ വായിച്ച മറ്റൊരു വേദഭാഗമായിരുന്നു എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനെ കുറിച്ചാണ് പറയുന്നത്. പിന്നൊരു സങ്കീർത്തന വാക്യം കൂടെ വായിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയുമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ലാറ്റിൻ അമേരിക്കൻ പുസ്തകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു. ഡിഫറൻറ്റ് ഫേസസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ. അതിൽ 1-2 ഇന്നലെ പറയാൻ ഞാൻ ശ്രമിച്ചു. ഒന്ന്, യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം, ദ മേഴ്സിഫുൾ ഫേസ് ഓഫ് ജീസസ്. രണ്ടാമത് 2 മുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതും യേശുവിൻ്റെ ഗത്സമന തോട്ടത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴുള്ള ദ സോറോഫുൾ ഫേസ്, ദുഃഖപൂർണമായ മുഖം. പക്ഷേ ആ ദുഃഖപൂർണമായ മുഖം ഒരു കറേജിയസ് ഫേസായി വളരെ ശക്തിയുള്ള ഒരനുഭവത്തിലേക്ക് മാറുന്നതും ഇന്നലെ പരാമർശിച്ചു. ഇന്ന് നമുക്ക് സുപരിചിതമായ കർത്താവിൻ്റെ മറ്റൊരു മുഖം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാർപ്പാപ്പയാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ദ ക്രിസ്ത്യൻസ് ആർ കോൾഡ് ടു കൺസിഡർ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മുഖം നോക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, പരിഗണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന്. ഇന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം, കർത്താവ് ഒരാളോട് പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂകുന്നതിന് മുമ്പ്, ബാക്കി പറ, നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ആരോട് പറഞ്ഞോ ആ ആൾ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും അങ്ങനെ ഒന്നും സംഭവിക്കയില്ലെന്ന്. ഞാനത് എൻ്റെ ഭാഷയിൽ പറയും, കോഴി 3 അല്ല 30 വട്ടം കൂകിയാലും തള്ളിപ്പറയുകയില്ലെന്ന് വീമ്പടിക്കും. പക്ഷെ അതൊക്കെ ക്രിസ്തു പറഞ്ഞതുപോലെ ആകാൻ കുറച്ച് സമയങ്ങൾ മാത്രം മതിയായിരുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു ഭാഗമായതുകൊണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിന് കടക്കുന്നില്ല. പക്ഷേ ക്രിസ്തു പറഞ്ഞത് സംഭവിച്ചു. യേശു പത്രോസിനെ ഒന്ന് നോക്കി, തിരിഞ്ഞ് നോക്കി എന്നാണ്. അത് ലൂക്കോസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, യേശു പത്രോസിനെ നോക്കുന്ന കാര്യം. 3-ാമത്തെ നിഷേധിക്കൽ നടക്കുകയും കോഴി കൂവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും
പത്രോസ് കർത്താവിനെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ യേശു നോക്കിയത് പത്രോസിനെ കാണാനായിട്ട് കഴിഞ്ഞത്. നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും അങ്ങനെയൊന്നും ചെയ്യുകയില്ലെന്നൊക്കെ ആണയിട്ട് പറഞ്ഞ ഒരാളാണ്. പ്രോമിസ്ഡ്, പ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. എത്രയോ പ്രതിജ്ഞകൾ എടുത്തിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. എത്ര പ്രതിജ്ഞകൾ. അങ്ങനെ ഒരിക്കലും ആകില്ല. പക്ഷെ അതൊന്നും ഏറ്റെടുത്ത പ്രതിജ്ഞകളോ നടത്തിയ പ്രഖ്യാപനങ്ങളോ ചില സന്ദർഭങ്ങളിൽ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ നാം ഗൗരവപൂർവ്വം എടുക്കുന്നില്ല. കോഴി കൂകുകയും പത്രോസ് കർത്താവിനെ നോക്കുകയും കർത്താവ് പത്രോസിനെ നോക്കുകയും ചെയ്യുന്ന സമയത്ത് യേശുവിൻ്റെ മുഖഭാവത്തിന് നിങ്ങൾ എന്തു പേര് വിളിക്കും? നീ കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് മുഖത്തു നോക്കി പറഞ്ഞതാ. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് പറഞ്ഞത് സംഭവിക്കുന്ന സമയത്ത് പക്ഷെ ആണയിട്ടു, ഞാൻ മരിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യുകയില്ലെന്നും പറഞ്ഞതാ. അങ്ങനെയൊക്കെ പ്രതിജ്ഞ ചെയ്ത ഒരാളിൽ നിന്ന് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ മുഖഭാവത്തിന് നിങ്ങൾ എന്തു പേര് വിളിക്കും? ഞാനതിന് കൊടുക്കുന്ന പേര് ദ പതറ്റിക് ഫേസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ദയനീയമായ മുഖമാണ്. കാരണമുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ ചില സൂചനകളൊക്കെ പ്രകൃതിയിൽ നിന്ന് പോലും ഉണ്ടാകും. പ്രകൃതിയിൽ നിന്നുണ്ടായൊരു സൂചനയായിരുന്നു കോഴി കൂകിയത്. പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന സൂചനകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. യേശു നൽകിയ പ്രബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ, പാഠങ്ങൾ അവഗണിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടിവരും. കോഴി കൂകുന്നത് പത്രോസിനെ ഒന്ന് ആന്തരികമായിട്ട് ഉണർത്തി. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചലനമുണ്ടാക്കി. പിന്നെ സുവിശേഷകൻ എഴുതി, പീറ്റർ remembered the word of Jesus, went out and wept bitterly. കോഴി കൂകിയപ്പോൾ പീറ്റർ remembered the word of Jesus. He went out and wept bitterly. 3 കാര്യങ്ങളാണ് കോഴി കൂകിയപ്പോൾ നടന്നത്. പത്രോസ് യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തു. 2, അവൻ പുറത്തിറങ്ങി. 3, പൊട്ടിക്കരഞ്ഞു. യേശുവിങ്കലേക്ക് നോക്കാൻ ഒരു മുഖാന്തരമുണ്ടായിരുന്നു. കോഴി കൂകുന്ന പ്രകൃതിയുടെ ഒരു ക്രമീകരണം. യേശുവിൻ്റെ മുഖത്തോട്ട് പത്രോസ് നോക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കർത്താവിനെ അവൻ കാണുന്നത്. പ്രിയരെ, നമ്മുടെ ഇടയിലും നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്ന കാര്യങ്ങൾ
ക്രിസ്തുവിലേക്ക് തിരിയുവാൻ നമ്മെ സഹായിക്കുന്നുണ്ടോ? അന്നേരത്തേക്കൊരു തിരിച്ചിൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒരു താൽക്കാലിക ഒരു തിരിച്ചിൽ എന്നുള്ളതല്ലാതെ പത്രോസ് വിജയിച്ചതും യൂദ പരാജയപ്പെട്ടതും ഇവിടെയാണ്. യൂദായെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, എവരി അറ്റംപ്റ്റ് ഓഫ് ജീസസ് ഓൺ ജൂഡാസ് വാസ് എ ഫെയിലുവർ. 11 പേരുടെ കാൽ കഴിയതുപോലെയാണ് യൂദായുടെ കാലും കഴുകിയത്. ആ രംഗം ഒന്ന് വിഭാവനം ചെയ്ത് നോക്ക്. യേശു യൂദായുടെ കാൽ ചവിട്ടിലിരിക്കുക, അവൻ്റെ കാലുകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുക. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് അന്നേരവും പറയുന്നുണ്ട്. ലോർഡ് ഈസിറ്റായി ഞാനോ കർത്താവേ, ഞാനോ കർത്താവേ, അതെ എന്നോടുകൂടി താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾക്കോ സ്നേഹപ്രകടനങ്ങൾക്കോ പക്ഷഭേദമില്ലാത്ത സ്നേഹത്തിൻ്റെ പങ്കിടലിനോ ജൂഡായിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പത്രോസിനെ നോക്ക്, യേശുവിൻ്റെ വാക്കുകൾക്ക്, യേശുവിൻ്റെ നോട്ടത്തിന് പത്രോസിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. ജൂദ പരാജയപ്പെട്ടതിൻ്റെ കാരണത്തെക്കുറിച്ച് ഒരു ചിന്തകൻ എഴുതി, ഹിസ് ഹാർട്ട് വാസ് എ ക്ലോസ്ഡ് വൺ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ട വാതിലായിരുന്നു അവൻ്റെ ഹൃദയത്തിൻ്റേത്. എല്ലാവരുടെയും കൂടെയൊക്കെ അവൻ നടന്നു, പലതിലും പങ്കാളിയായി. പക്ഷേ ഒരു അടയ്ക്കപ്പെട്ട വാതിലിന് ഉടമയായിരുന്നത് കൊണ്ട് ഒരു ചലനവും അവനിലുണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എന്തിനാ കോഴി കൂകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചുവട് പിടിച്ച് ഞാൻ പറയും, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാനുള്ള സമയമാണ് കോഴി കൂകുന്നത്. അവ ഇനിയും കോഴിയൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ കൂകാൻ എന്ന് തിരിച്ചു ചോദിക്കരുത്. പക്ഷേ കോഴി കൂകിയ സമയത്ത് യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാൻ എഴുന്നേറ്റവരും പൊട്ടിക്കരഞ്ഞവരും ഈ സഭയിൽ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ കുടുംബജീവിതം നയിക്കുന്ന ഒരു നല്ല ശതമാനവും കോഴി കൂകുമ്പോൾ ഉണർന്നവരാണ്, യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തവരാണ്, പൊട്ടി കരഞ്ഞവരാണ്. ആധുനിക ക്രൈസ്തവ സമൂഹത്തിന് സമ്പൽ സമൃദ്ധിയുടെയും ഭൗതികതയുടെയും ജീവിത സുഖ സൗകര്യങ്ങളുടെയും സമൃദ്ധിയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഏറ്റവും വലിയ അനുഭവങ്ങളിൽ ഒന്നാണിത്. യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുവാൻ നമുക്ക് സമയമില്ല. യേശുവിൻ്റെ മുഖത്തു നോക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പൊട്ടിക്കരയുവാനും സാധിക്കുന്നില്ല. ഞാൻ ഒരു വെള്ളിയാഴ്ച ഈ ദേവാലയത്തിൽ പറഞ്ഞത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എടുത്തു പറയുന്നു. ഒരു ധ്യാന ചിന്താ കുറിപ്പായിരുന്നു. അതിൻ്റെ പ്രധാന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെഴുതിയ ആൾ നമുക്ക് സുപരിചിതമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പ്രധാന ആശയത്തിലേക്ക് വരുന്നത്.
എല്ലാ ദിവസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 86,400 രൂപ സൗജന്യമായി വന്നു വീഴുന്നു എന്ന് ചിന്തിക്കുക. എല്ലാ ദിവസവും ബാങ്ക് തുറക്കുമ്പോൾ അക്കൗണ്ടിൽ ഓരോ ദിവസവും 86,400 രൂപ വന്ന് വീണിരിക്കും. പക്ഷേ അതിന് 2 വ്യവസ്ഥകളുണ്ട്. ഒന്ന്, അന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കണം. നാളത്തേക്ക് അത് വെക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകളുണ്ട്, നിബന്ധനകളുണ്ട്. നമ്മൾ ചിന്തിക്കുക 86,400 രൂപയൊന്നും ഒരു ദിവസത്തേക്ക് ആവശ്യമില്ലല്ലോ, ആവശ്യമുള്ളതെടുത്തിട്ട് ബാക്കി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാമെന്ന് കണ്ടാൽ ഇസ്രായേൽ മക്കൾക്ക് മന്ന കിട്ടിയതുപോലെ പിറ്റേ ദിവസത്തെ നേരം പുലരുമ്പോൾ കാണുകയില്ല, സൂര്യൻ ഉദിക്കുമ്പോൾ ഉരുകിപ്പോയിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ദിവസവും ഒരു 86,400 സെക്കൻഡ് ദൈവം നമ്മുടെ ജീവിതമാകുന്ന അക്കൗണ്ടിൽ സൗജന്യമായിട്ട് തരുന്നു. എങ്ങനെ ഉപയോഗിക്കുന്നു? അദ്ദേഹം പറയുന്നു, പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുന്ന ആ ഒരു വ്യഗ്രത സൗജന്യമായി ദൈവം തരുന്ന ഈ സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ, വിനിയോഗിക്കാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇന്ന് കിട്ടുന്ന സമയം ഇന്ന് ഉപയോഗിച്ച് തീർത്തേ പറ്റുകയുള്ളൂ. നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. ഈ 86,400 സെക്കൻഡ് കണക്ക് കൂട്ടി നോക്കിക്കോ. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. 60 മിനിറ്റുകൾ കൂടിയാൽ 1 മണിക്കൂർ. 24 മണിക്കൂർ കൂടിയാൽ ഒരു ദിവസം. അപ്പോൾ 60 × 24 ഇട്ട് നോക്കിക്കോ, 86,400 സെക്കൻഡ് വരും. ഇതിലെത്ര സമയം ദൈവമുഖത്ത് നോക്കാൻ, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കാൻ നമ്മൾ വേർതിരിക്കുന്നുണ്ട്. ആ എഴുത്തുകാരൻ തന്നെ എഴുതി, ബഹുഭൂരിപക്ഷം പേരും 3 കാര്യങ്ങൾക്കാണ് അവരുടെ സമയങ്ങളിൽ അധികവും ഉപയോഗിക്കുന്നത്: അപ്രസക്തം, അനാവശ്യം, അപകടകരമായ കാര്യങ്ങൾ. നമ്മൾ സാവകാശത്തിൽ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കിക്കോ. ദൈവം തൻ്റെ കരുണ കൊണ്ട് ദാനമായി തരുന്ന ഈ സമയം, അതിന് രണ്ടാമതൊരു വ്യവസ്ഥ കൂടുണ്ട്. ഏത് സമയത്തും ഇതിൻ്റെ വരവ് നിലയ്ക്കാം. ഏത് സമയത്തും. കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ എനിക്ക് പരിചയവും സഭാ ശുശ്രൂഷയിൽ കടപ്പാടും ഒക്കെയുള്ള ഞാൻ സംബന്ധിച്ച ശവസംസ്കാര ശുശ്രൂഷകളിൽ ബഹുഭൂരിപക്ഷവും ഒരു 40, 45, 65 വയസ്സിനിടയ്ക്കുള്ളതും പെട്ടെന്നുള്ള മരണങ്ങളുമായിരുന്നു. യൗവനക്കാർ, മധ്യവയസ്കർ, ദൃഢഗാത്രർ, യാതൊരു അസുഖവും ഇതുവരെ അതിൻ്റെ ലക്ഷണം ഒന്നും കണ്ടിട്ടില്ലാത്തവർ. എത്ര പെട്ടെന്നായിരുന്നു! ഏത് ദിവസവും ഏത് നിമിഷവും ഇത് നിലയ്ക്കാം. ഇന്ന് കിട്ടുന്ന സമയം ഇന്ന് തന്നെ ഉപയോഗിച്ചേ മതിയാകുകയുള്ളൂ. നാളത്തേക്കത് മാറ്റിവെക്കാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
നമ്മോട് തന്നെ ചോദിച്ചു നോക്ക്, ആ ചിന്തകൻ എത്ര കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്രസക്തം, അനാവശ്യം, ചില അപകടകരമായ കാര്യങ്ങൾക്ക് വേണ്ടി. നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയമുള്ളവരെ, തകർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പത്രോസ് ആധ്യാത്മികതയുടെ ഉയരത്തിലേക്ക് അവൻ്റെ ആ രൂപാന്തരം, ഈ 3 കാര്യങ്ങളാണ് പത്രോസിനെ ശ്രേഷ്ഠനാക്കിയത്. 1, യേശു പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. 2, അവൻ ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില ചുറ്റുപാടുകളിൽ നിന്ന് ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന്, ആ മനുഷ്യനെ അറിയാത്തതുപോലെ സംസാരിക്കുകയും, ആ മനുഷ്യൻ ഇൻവേർട്ടഡ് കോമാസ് ഇടണം, അറിയാത്തതുപോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന്, ചില ബന്ധങ്ങളിൽ നിന്ന്, ചില ഇടപെടലുകളിൽ നിന്ന്, ചില ഇടപാടുകളിൽ നിന്ന് സധൈര്യം പത്രോസ് പുറത്തു വന്നു. ഹി കെയിം ഔട്ട്. പക്ഷെ അത് സാധിക്കണമെങ്കിൽ യേശു പറഞ്ഞ വാക്കുകൾ ഓർത്തെങ്കിലേ പുറത്തു വരാനായിട്ട് കഴിയുകയുള്ളൂ. And he wept bitterly. പത്രോസിനെ രക്ഷപ്പെടുത്തിയത് 3 കാര്യങ്ങൾ. യേശുവിൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു. പക്ഷെ യേശുവിൻ്റെ മുഖത്ത് അവൻ നോക്കി. യേശു പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർത്തു. പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അവങ്കിലേക്ക് നോക്കിയവർ, ബാക്കി പറ, പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. പക്ഷേ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ യൂദായിക്കും ലജ്ജിച്ചു പോകേണ്ടി വരില്ലായിരുന്നു. അശ്രദ്ധ, അലസത, അനാസ്ഥ, ഇൻഡിഫറൻസ് യൂദായുടെ ജീവിതം നഷ്ടപ്പെടുത്തി. ശ്രദ്ധയും താല്പര്യവും ദൈവികമായ പ്രതികരണവും പത്രോസിനെ രക്ഷപ്പെടുത്തി. യേശുവിൻ്റെ മുഖത്ത് നോക്കുന്നവർ, യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുവാൻ കഴിയുന്നവർക്ക്, ദൈവികമല്ലാത്ത സാഹചര്യത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പുറത്തു വരുവാൻ ധൈര്യം കാണിക്കുന്നവർക്ക്, എല്ലാറ്റിലും ഉപരി ദൈവമുഖത്ത് നോക്കി പൊട്ടിക്കരയാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുടെ, വലിയ പ്രത്യാശയുടെ ഒരടയാളമാണ്, ആൾ രൂപമാണ് പത്രോസ്. ആമേൻ.